എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രവാസികളായ ആളുകൾക്ക് വേണ്ടി കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതിയാണ് പ്രവാസി ക്ഷേമനിധി എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെ അംഗത്വം എടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഗൂഗിളിൽ നിങ്ങൾ പ്രവാസി ക്ഷേമനിധി എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്നുള്ള ഒരു ഇത് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ റെഡ് കളറിൽ കാണാൻ പറ്റുന്നതാണ് ന്യൂ രജിസ്ട്രേഷൻ, അതായത് ആദ്യമായി അംഗത്വം എടുക്കുന്നവർ എന്നാണ് ഇതിൽ കാണുന്നത്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ യൂസർ നെയിം പാസ്വേഡ് ഉള്ള ആളുകൾ, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം എന്നിവയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ന്യൂ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇതേപോലെ ഒരു പോപ്പ് വരും. ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കിയതിന് ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ശേഷം ക്യാപ്ചർ കോഡ് അടിക്കാം. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ശേഷം നമ്മളിവിടെ കൺഫേം എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത പേജിലേക്കാണ് വരിക. ഇവിടെ ചെയ്യാനുള്ളത് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളത്. യൂസർ നെയിം നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് ഇതേപോലെ ഒരു പാസ്വേഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യാം. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ വരും. അതിൽ കാണാം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ എന്നുള്ള ഈ ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യണം. പാസ്വേഡും അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി ഇവിടെ പേഴ്സണൽ കാറ്റഗറി എന്നുള്ളത് ഈ ഒരു കാറ്റഗറി നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ നോൺ റെസിഡൻറ്റ് കേരളത്തിൽ അബ്രോഡ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ, അതേപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഉപ്പ്, ഇതൊക്കെ ചെറിയ ഫയലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കുക. അതായത് MB കുറച്ചിട്ട് ഏകദേശം ഒരു 10 KB ഉള്ളിൽ മതി ആ ഒരു ഇതിൻ്റെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഇവിടെ ഐഡൻറ്റിറ്റി ടൈപ്പ് എന്നുള്ളത് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. ഇനി പാസ്പോർട്ട് നമ്പർ ഇവിടെ നമ്മൾ തെറ്റാതെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ താഴെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് അപ്ലോഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുമ്പോൾ പാസ്പോർട്ടിൻ്റെ അഡ്രസ് പേജ്, അതിലെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്ലോഡ് ഇക്കാമ, അതായത് സൗദിയിലുള്ള ആളുകളാണെങ്കിൽ ഇക്കാമ. ഇനി അതല്ല മറ്റ് GCC രാഷ്ട്രങ്ങളിലാണെങ്കിൽ അവിടുത്തെ സിവിൽ ID കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതർ ടൈപ്പ് എന്നുള്ളടുത്ത് നിങ്ങളുടെ ആധാർ സെലക്ട് ചെയ്യുക, ആധാർ നമ്പർ, പിന്നെ ആധാറിൻ്റെ കോപ്പി ഇതിലെന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഫോട്ടോ ആണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, സിഗ്നേച്ചർ അതും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നെയിം ഓഫ് ഫാദറിന് കാണാൻ പറ്റും. ഫാദറിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇനി മാരീഡ് ആണോ അല്ലേ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏജും സെലക്ട് ചെയ്യുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് പറയുന്നത് നോർക്ക കാർഡുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ യെസ് അടിക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമ്മൾ ഡാറ്റ ഏകദേശം സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ എന്നുള്ളത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് താലൂക്കാണ്. താലൂക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ആധാർ നമ്പർ ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിട്ടുണ്ടാവും. ആധാർ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ മാറ്റിയിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് അപ്ലോഡ് ആധാർ പ്രൂഫാണ്. നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റാണോ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആധാറിൻ്റെ പ്രൂഫും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആധാറിൻ്റെ പ്രൂഫും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ആധാറിലുള്ള അതേ സെയിം നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് വീണ്ടും കൺഫേം ചെയ്യാം. പിൻ കോഡ് കൊടുക്കാൻ സേവ് കൊടുക്കാം. ഈ പേജ് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ളത് നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളാണ്. ഇനി ഫസ്റ്റ് കോളത്താണ് കറൻ്റ്ലി വർക്കിംഗ് കൺട്രി എന്നാണ്. ഇനി എവിടെയാണോ വെച്ചാൽ എടുക്കുക. സൗദി ആണെങ്കിൽ സൗദി,
മറ്റ് GCC രാഷ്ട്രങ്ങളാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അടുത്ത കോളത്തിൽ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോറിൻ കൺട്രി എന്നാണ്. നിങ്ങൾ ഏത് തരം ജോലിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് അത് നിങ്ങൾ മുമ്പ് ഏത് ജോലിയാണ് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്തായി. ഇനി നിങ്ങൾ ഫസ്റ്റാണ് വരുന്നതെങ്കിൽ അത് കോളത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു വിസ സിമെൻറ്റ് ബുക്ക് നമ്പർ എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഇക്കാമ നമ്പർ അല്ലെങ്കിൽ സിവിൽ ID നമ്പർ കൊടുക്കാം. ഇനി ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാം. അത് ഇഷ്യൂയിങ് കൺട്രി, അത് നിങ്ങളുടെ സിവിൽ ID ഉള്ള രാജ്യം, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യം കൊടുക്കാം. ഇനി അവിടുത്തെ അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത പേജിലേക്കാണ് ഇനി വരിക. ഇനി ഇവിടെ നിങ്ങൾ നോമിനി സെലക്ട് ചെയ്യാനുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എത്ര നോമിനി വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 നോമിനീസിൻ്റെ പേര് മാത്രമേ അവരെ ഇതിൽ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് നോമിനി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം ബെനിഫിറ്റ് അവർക്ക് ബെനിഫിറ്റ് എത്ര വേണം എന്നുള്ളത് കൊടുക്കാം. 100%ഓ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കൊടുക്കാം. ശേഷം നമ്മുടെ ഡാറ്റകൾ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് സേവ് എന്നുള്ള ബട്ടൺ കാണാം. അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഓക്കെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഡാറ്റ എല്ലാം കൂടി സബ്മിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പേയ്മെൻറ്റ് ഇതിൽ ചെയ്യാനുണ്ട്. പേയ്മെൻറ്റ് ഒരു 200 രൂപ നമുക്കിതിൽ പേയ്മെൻറ്റ് ചെയ്യണം. അത് നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു 3 ഡേയ്സിനുള്ളിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ അവർ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ രജിസ്ട്രേഷൻ കാർഡ്, നമ്മുടെ അങ്ങനത്തെ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കാർഡിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മാസവും നമ്മുടെ വരിസംഖ്യ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഒരു ഏജ് 60 വയസ്സ് വരെ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. 60 വയസ്സ് കഴിഞ്ഞാലാണ് നമുക്ക് പെൻഷൻ വരിക. അപ്പോൾ നമ്മുടെ 60 വയസ്സ് ഉള്ള സമയത്ത് എത്രയാണോ പെൻഷൻ ഉള്ളത് ആ പൈസ നമുക്ക് എല്ലാ മാസവും കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.